ഇനി ഇപ്പോൾ ഈശ്വർ മാൽപ്പെ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി വരാം. AK അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. AK അഭിലാഷ്, ഇന്നിപ്പോൾ അല്പം കലക്കലുണ്ടെങ്കിലും ഒഴുക്കിന് കൂടുതലില്ല എന്നുള്ളത് വലിയ ആശ്വാസമുണ്ട്. കറണ്ടിൻ്റെ വേഗത, അതായത് ഒഴുക്കിൻ്റെ വേഗത അത്രയില്ല എന്നത് ആശ്വാസകരമാണ്. ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുമ്പോൾ കരയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അതായത് ക്രെയിൻ കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? 4 ക്രെയിനുകൾ കൊണ്ടുവരും എന്നാണ് SP പറഞ്ഞിരിക്കുന്നത്. എപ്പോഴേക്കായിരിക്കും ക്രെയിനുകൾ എത്തിക്കുക? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ആ സ്പോട്ടിലേക്ക് എവിടെ നിന്നായിരിക്കും ഈശ്വർ മാൽപ്പെ ഇറങ്ങുക? അരുൺ, ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘാംഗങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ പുഴയുടെ ഭാഗത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സമയത്ത് എങ്ങനെ പുഴയിലേക്ക് ഇറങ്ങിയാൽ അടിഭാഗത്ത് കാണുമോ എന്നുള്ളതാണ് അവർ പ്രധാനമായും സംശയിക്കുന്നത്. കാരണം പുഴയിൽ നല്ല കലക്ക് വെള്ളമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അടിയിലേക്ക് കാണാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ നല്ല വെളിച്ചം, സൂര്യൻ ഉദിച്ചു വരുന്നൊരു വെളിച്ചം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെളിഞ്ഞാൽ അടിയിലേക്കുള്ള പരിശോധന സാധ്യമാവും എന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ നാവിക സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അവരോട് പറയുന്നുണ്ടായിരുന്നു അടിയിലേക്ക് കാണുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് നാവിക സംഘം ഇപ്പോൾ തിരികെ പോയിരിക്കുകയും ചെയ്തത്. ഏതായാലും ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാവുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് അവർ ഉള്ളത്. അതോടൊപ്പം തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നേരത്തെ SP അടക്കം പറഞ്ഞിരിക്കുന്നത്. 4 ക്രെയിനുകൾ ഇവിടേക്ക് എത്തിക്കും. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം ഇവിടേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഈ പുഴയിലേക്ക് ഏതെങ്കിലും തരത്തിൽ കംപ്രസറൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തണമെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ഒരു പക്ഷേ ഫയർഫോഴ്സ് മുഖാന്തരമായിരിക്കും നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘവും ഇപ്പോൾ പുഴയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയാൽ അടിഭാഗത്തേക്ക് കാണാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് അവരും പങ്കുവയ്ക്കുന്നത്. അവർ അക്കാര്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാവിക ഉദ്യോഗസ്ഥരോടും ആ കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നാവിക സ്കൂബ വിഭാഗം ഇപ്പോൾ താഴോട്ട് തന്നെ തിരികെ പോയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 മണിയോട് കൂടി തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ഇതിന് അവധി കൊടുത്തിരുന്നു. ഇന്ന് വലിയ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ദൗത്യ സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച്, അതായത് കഴിഞ്ഞ ദിവസം സിഗ്നൽ ഈ കയർ കണ്ടെത്തിയിരിക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഒരു ദൗത്യം തന്നെയായിരിക്കും ഇന്ന് നടത്തുക എന്ന് വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ കയർ കണ്ടെത്തിയ സ്ഥലത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ അവരുള്ളത്. ഏതായാലും ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചുകൊണ്ട് അവിടുന്ന് ഈ കയറിൻ്റെ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ എത്തിച്ച്, അതായത് മരങ്ങളടക്കമുള്ള അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് പുറത്തെത്തിച്ചതിന് ശേഷം അവിടെ ചളി കൂടി നീക്കം ചെയ്തതിന് ശേഷം ട്രക്കിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അവിടെയാണ് ഇപ്പോൾ പുഴയിലെ കലക്ക് വെള്ളം ഒരു ആശങ്കയായി തന്നെ തുടരുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് ഇപ്പോൾ ചേരുന്നത്. ഇപ്പോൾ SDRFിൻ്റെ സംഘം കൂടി ഈ ഡിങ്കി ബോട്ട് ഇറക്കുകയാണ്. ആ SDRFിൻ്റെ പുറത്തിറക്കുന്ന ഡിങ്കി ബോട്ടിലായിരിക്കും നമ്മുടെ ഈശ്വർ മാൽപ്പയും സംഘവും പ്രധാനമായും തെരച്ചിൽ നടത്തുക. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരച്ചിൽ നടക്കുന്ന ഇടത്ത് അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും 3 പേരെ കൂടി കാണാനുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. അതിലൊരാൾ ലോകേഷാണ്, മറ്റൊരാൾ ജഗന്നാഥ ഹനുമന്തപ്പയാണ്. ഇവർ 2 പേരും ഗംഗാവലിപ്പുഴയിൽ അവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അർജുൻ അടക്കം 3 പേരെയാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെത്താനുള്ളത്. ഇതിൽ ഗംഗാവലിപ്പുഴയിൽ ഇപ്പോൾ അർജുൻ്റെ ലോറി കിടന്ന സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുക. ഷിരൂരിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 മണിയോടുകൂടി പൂർണ്ണമായും തെരച്ചിൽ തുടരും. തത്സമയ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ഈശ്വർ മാൽപ്പയും സംഘവും എത്തിയിട്ടുണ്ട്. നേവിയുടെ 2 ഡിങ്കി ബോട്ടുകളിലെ നേവിയുടെ സ്കൂബ സംഘങ്ങളും എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം തത്സമയ വിവരങ്ങളിലേക്ക്.